നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. എന്തായാലും കോടതിയിലേക്ക്, എറണാകുളം സെഷൻസ് കോടതിയിലേക്ക് ദിലീപ് എത്തിയിരിക്കുകയാണ്. അല്പസമയം മുൻപ് പ്രതികളുടെ അഭിഭാഷകൻ പറഞ്ഞ വാക്കുകൾ നോക്കുകയാണെങ്കിൽ, പ്രതികളുടെ അഭിഭാഷകന്റെ ഒരു പ്രതികരണം നോക്കുകയാണെങ്കിൽ, പ്രതികൾ നേരിട്ട് തെറ്റൊന്നും തന്നെ ചെയ്തിട്ടില്ല. അവർ ശിക്ഷിക്കപ്പെടില്ല. അവർ തെറ്റുകാരാണ് എന്ന് പറയത്തക്ക വിധത്തിൽ ഒരു തരത്തിലുമുള്ള തെളിവുകളില്ല എന്നായിരുന്നു അഭിഭാഷകൻ പറഞ്ഞത്. എങ്കിലും ദിലീപിന് യാതൊരുവിധ കോൺഫിഡൻസും മുഖത്ത് കാണുന്നില്ല എന്നുള്ളതാണ്. ദിലീപിന്റെ നെറ്റിയിൽ നിറയെ ചന്ദനക്കുറികളുണ്ട്. ഇന്ന് രാവിലെ തന്നെ ക്ഷേത്ര ദർശനം നടത്തിയിട്ടുണ്ടാകണം. അതുവേണ്ടിട്ടായിരിക്കണം രാവിലെ തന്നെ ഒരു ഇന്നോവ പുറത്തേക്ക് പോയത്. അതിനുശേഷം ദിലീപ് 9:45 കൂടി തന്നെ വീട്ടിൽ നിന്ന് ഇറങ്ങുന്നു. അതിനുശേഷം നേരെ പോകുന്നത് കോടതിയിലേക്ക് എത്തുന്നു. ആദ്യം പോയത് കോടതിയിലെ അഭിഭാഷകന്റെ മുറിയിലേക്കാണ്. അവിടെ ആത്മവിശ്വാസവും ആത്മധൈര്യവും പകർന്നു കൊടുത്തിട്ടുണ്ടെങ്കിലും തിരികെ ഇറങ്ങിയ ദിലീപിന്റെ മുഖത്ത് അത്ര ആത്മവിശ്വാസമോ ധൈര്യമോ ഇല്ല. മാധ്യമ പടയെ കണ്ട് അക്ഷരാർത്ഥത്തിൽ ദിലീപ് വിരണ്ടുപോയി എന്ന് തന്നെ പറയാം. ആ വിരൾച്ചയിൽ, ആ ഒരു പതർച്ചയിൽ ഒന്നും തന്നെ മിണ്ടിയിട്ടില്ല. അഭിഭാഷക സംഘവുമായിട്ടാണ് വന്നത്. ദിലീപിന് ചുറ്റും അഭിഭാഷക വലയം തന്നെ ഉണ്ടായിരുന്നു. പക്ഷെ ആരും തന്നെ ദിലീപിനെ കൊണ്ട് ഒന്നും സംസാരിപ്പിച്ചില്ല. അവർ ആരും തന്നെ സംസാരിച്ചില്ല എന്നത് കൂടിയാണ് ശ്രദ്ധേയം. എന്തായാലും ദിലീപ് ഇറങ്ങി വരുന്നു. ശേഷം ദിലീപ് കാറിലേക്ക് കയറാൻ പോകുമ്പോൾ വലതുവശത്ത് കിടന്ന മറ്റൊരു കാറിലേക്കാണ് ദിലീപ് കയറിയത്. കാരണം സ്വന്തം കാർ ഏതാണെന്ന് പോലും മനസ്സിലാക്കാൻ കഴിയാത്ത രീതിയിൽ ദിലീപ് പതറിപ്പോയി, അല്ലെങ്കിൽ വിറച്ചുപോയി എന്ന് തന്നെയാണ് പലരും പറയുന്നത്. തീർച്ചയായും ഇങ്ങനെ ഒരു കേസ് വരുമ്പോൾ തീർച്ചയായും വിധി എന്തായിരിക്കുമെന്ന് ഓർത്തൊരു വളരെ വലിയ രീതിയിലുള്ള ടെൻഷൻ ഉണ്ട്. കാരണം ജനപ്രീതി വളരെ താഴ്ന്നു പോയ, ജനപ്രീതി തന്നിൽ നിന്നും അകന്നു പോയ ഒരു വ്യക്തി വീണ്ടും ചില സിനിമകളൊക്കെ ചെയ്ത് വീണ്ടും വെള്ളിത്തിരയിലേക്ക് തിരിച്ചു വന്ന് സജീവമായി തുടങ്ങുമ്പോൾ, ബബ്ബബ്ബ പോലെയുള്ള പുതിയ ചിത്രങ്ങൾ ഇറങ്ങാൻ നിൽക്കുന്ന ഈ ഒരു സാഹചര്യത്തിൽ പോലും എന്തായിരിക്കും തന്റെ വിധി എന്ന് ഓർത്ത് മാനസികമായി തളർന്ന നിലയിൽ തന്നെയാണ് ദിലീപിനെ കാണുന്നത്. ഏതായാലും ദിലീപ് അഭിഭാഷകന്റെ മുറിയിൽ നിന്നും നേരെ കോടതിയിലേക്ക് പോയിട്ടുണ്ട്. എന്തായാലും കാറൊക്കെ തന്നെ മാറി കയറി പതർച്ചയിലാണ് പോകുന്നത്. അല്പസമയത്തിനകം തന്നെ വിധി വരും. വിധി വന്നാൽ ഉടൻ തന്നെ അതിന്റെ റിപ്പോർട്ടുകൾ പുറത്തു വരുന്നതായിരിക്കും. എന്തായാലും ദിലീപ് പതർച്ചയിലാണ്. ഒരു തരത്തിലുമുള്ള പ്രതികരണവുമില്ല. ദിലീപിന്റെ സഹോദരൻ ദിലീപിനൊപ്പം തന്നെ ഉണ്ട്. ഇങ്ങ് വണ്ടിയുടെ അറ്റത്തേക്ക് ഇരിക്കാൻ പോയ ദിലീപിനെ മാറ്റി നടുക്കിരുത്തിക്കൊണ്ട് ദിലീപിന്റെ അപ്പുറവും ഇപ്പുറവും സഹോദരന്മാർ രണ്ടുപേരും, സഹോദരനും സഹോദരിയുടെ ഭർത്താവും, അങ്ങനെ രണ്ടുപേരും ദിലീപിനെ ഇടവും വലവും ദിലീപിനെ രണ്ട് ആളുകളുണ്ട്. ദിലീപിന്റെ പരമാവധി ദൃശ്യങ്ങൾ പുറത്തേക്ക് വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇത്തരത്തിലുള്ള നീക്കങ്ങൾ നടക്കുന്നത്. ഏതായാലും ദിലീപ് വലിയ പ്രതീക്ഷയിലല്ല എന്നാണ് മനസ്സിലാകുന്നത്. അതായത് ഭയപ്പാടുണ്ട്. ഭയപ്പാടിൽ തന്നെയാണ് ദിലീപ് എന്നാണ് നമുക്ക് വ്യക്തമാകുന്നത്. മാധ്യമങ്ങളുടെ ചോദ്യത്തിന് ഒരു തരത്തിലുമുള്ള മറുപടി ദിലീപ് നൽകിയിട്ടില്ല. മൗനം മാത്രമാണ് ദിലീപിന്റെ മറുപടി. ഒരു പക്ഷേ വിധി വന്നതിന് ശേഷം ദിലീപ് ഇനി ാലും മതി എന്നാണ് മനസ്സിലാകുന്നത്. പൾസർ സുനി ഏതായാലും കോടതിയിൽ എത്തിയിട്ടുണ്ട്. പൾസർ സുനിയുടെ അഭിഭാഷകയുമായിട്ടാണ് കോടതിയിൽ എത്തുന്നത്. മാസ്ക് വെച്ച് മുഖം മറച്ചാണ് പൾസർ സുനി എത്തിയിരിക്കുന്നത്. ഏതായാലും ചുറ്റുമുള്ള അഭിഭാഷകരെയോ ചുറ്റുമുള്ള മാധ്യമങ്ങളെയോ ഒന്നും തന്നെ മൈൻഡ് ചെയ്യാതെ അഭിഭാഷകർ വലയത്തിൽ തന്നെയാണ് ദിലീപ്. അങ്ങനെ കുറച്ച് ആളുകൾ തന്റെ മുന്നിലുണ്ട് എന്ന് പോലും ദിലീപ് ശ്രദ്ധിക്കുന്നില്ല. പതറി വെളുത്ത് പേടിച്ച് ഭയന്ന് വെളുത്ത് വിണ്ണീറായി നിൽക്കുന്ന പോലെയാണ് മുഖഭാവം കാണുമ്പോൾ വ്യക്തമാകുന്നത്. കാത്തിരുന്ന് കാണാം എന്തായിരിക്കും ദിലീപിന്റെ വിധി എന്നുള്ളത്.